ഏവർക്കും നമസ്കാരം. 2025 ഏപ്രിൽ മാസം 14 തിങ്കളാഴ്ച പുലർച്ചെ 3:21 ചോതി നക്ഷത്രത്തിൽ മേട വിഷുസംക്രമം നടക്കുന്നു. വിഷുദിനമായി ആഘോഷിക്കുന്ന മേടം 1 മുതൽ മീനം വരെയും നീളുന്ന ഒരു വർഷത്തെ വിഷുഫലങ്ങളാണ് ഈ പരമ്പരയിൽ നാം പങ്കുവയ്ക്കുന്നത്. വിഷു മുതൽ വിഷു വരെ നീളുന്ന ഈ ഒരു വിഷുവർഷക്കാലത്തെ വിഷുഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി അത് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഈ ചാനലിൻ്റെ വിശ്വാസ്യതയ്ക്കും മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കും നിർബന്ധമാകുന്നു. നവഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം, ന്യായാധിപൻ്റെ സ്ഥാനം വഹിക്കുന്ന ശനീശ്വരൻ എന്നിവരാണ് ഏറ്റവും ദീർഘകാലം സ്വാധീനം ചെലുത്തുന്നത് എന്നത് തർക്കമറ്റ വസ്തുത ആകുന്നു. കൂടാതെ ഈ വർഷത്തിൽ വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രബലരായ ഗ്രഹങ്ങളെയാണ് പ്രധാനമായും വിഷുഫലങ്ങൾ പ്രവചിക്കുന്നതിൽ ആധാരം ആക്കുന്നത്. കൂടാതെ മെയ് മാസം രാശി മാറുന്ന രാഹുകേതുക്കളും ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കർക്കിടകക്കൂറുകാരുടെ വിഷുഫലങ്ങൾ പരിശോധിക്കാം. പുണർദം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാർക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസമായി വരുന്ന ജ്യോതിഷപരമായ മാറ്റം ശനിയുടേതാകുന്നു. ഇവർ കഴിഞ്ഞ 5 വർഷക്കാലമായി ശനിയുടെ ഏറ്റവും ദുരിതപൂർണമായ 2 അവസ്ഥകളിലൂടെ കടന്ന് പോകുകയായിരുന്നു. 2.5 വർഷക്കാലം കണ്ടകശനി, അടുത്ത 2.5 വർഷക്കാലം അഷ്ടമശനി എന്നീ 2 കഠിനമായ ദോഷങ്ങൾ നിറഞ്ഞ 2 ശനിയുടെ ദശകളിലൂടെയാണ് ഈ കൂറുകാർ കടന്നുപോയിരുന്നത്. നിലവിൽ ഈ കൂറുകാർക്ക് ഏറ്റവും കഷ്ടതകൾ നൽകുന്ന അഷ്ടമത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. 8ാം ഭാവം എന്നത് ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു. ശനി ഏറ്റവും ദുരിതങ്ങൾ നൽകുന്ന ഒരു ഭാവമാണ് ഈ അഷ്ടമഭാവം എന്ന് അറിയപ്പെടുന്ന 8ാം ഭാവം. ജന്മക്കൂറിൻ്റെ 8ാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ കഠിനമായ ശാരീരികമായ ക്ലേശങ്ങൾ, മാനസിക വൈഷമ്യങ്ങൾ, രോഗങ്ങൾ, ധനനഷ്ടം, അപ്രതീക്ഷിതമായ ചെലവുകൾ, പരാജയം എന്നിവയെല്ലാം അനുഭവിക്കാം. ശനി ഒരു ജാതകത്തിൽ അനിഷ്ടനായോ പാപയോഗത്തിലോ നിൽക്കുമ്പോൾ അഷ്ടമത്തിൽ ശനി വന്നാൽ ജാതകന് കലഹം, മാനഹാനി, അപമാനം തുടങ്ങി ജയിൽവാസം, കോടതി, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വരെ കയറിയിറങ്ങേണ്ട അവസ്ഥകൾ ഒക്കെ വന്നു ചേരാം. എന്നാൽ ആ അവസ്ഥയിൽ നിന്നെല്ലാം കർക്കിടകക്കൂറുകാർ ഈ മാസം, അതായത് മാർച്ച് 29 കര കയറുകയാണ്. കര കയറുന്നു എന്ന് മാത്രമല്ല, ഇവർക്ക് വളരെ നല്ല ഒരു കാലവും ശനിയുടെ ഈ രാശിമാറ്റത്തിലൂടെ വന്നു ചേരുകയാണ്. ശനി 8ാം ഭാവത്തിൽ നിന്നും ഈ കൂറുകാരുടെ 9ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. 9ാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയെല്ലാം ഈ 9ാം ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതാമഹ പ്രീതികളെ നൽകുന്നു. പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ഐശ്വര്യം, ക്ഷേമം എന്നിവയെല്ലാം ഉണ്ടാകും. കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും ഉണ്ടാകുന്നു. ക്ഷേത്രദർശനം, തീർത്ഥാടനം എന്നിവയിലൂടെ ആത്മീയമായ ഉന്നതി പ്രാപിക്കുന്നു. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപ്പേരും നേട്ടങ്ങളും അംഗീകാരവും ഉണ്ടാകും. ഭാഗ്യാഭിവൃദ്ധിയാൽ സാമ്പത്തികമായ ഉന്നതി ഇവർ പ്രാപിക്കും. പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ഈ സമയത്ത് ധനാഗമം ഉണ്ടാകാം. ബിസിനസ്സിൽ പുരോഗതിയും ലാഭവും വന്നു ചേരും. എന്നാൽ ഒരു കാരണവശാലും ഇവർ പ്രലോഭനങ്ങളിൽപ്പെട്ട് ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുത്. അങ്ങനെ വരുമ്പോൾ അത് ഇവർക്ക് തിരിച്ചടികൾ നൽകാമെന്നും ഓർക്കുക. ശനി എന്നത് ഈ കൂറുകാരുടെ 7ാം ഭാവാധിപത്യവും 8ാം ഭാവാധിപത്യവും വഹിക്കുന്നു. കളത്രഭാവമെന്ന് അറിയപ്പെടുന്ന 7ാം ഭാവാധിപനാകയാൽ പ്രണയബന്ധങ്ങൾ, ദാമ്പത്യബന്ധങ്ങൾ, കുടുംബബന്ധങ്ങൾ എന്നിവയിൽ എല്ലാം ഐക്യം, പരസ്പര ധാരണ, സ്നേഹം എന്നിവയെല്ലാം ഉണ്ടാകും. കൂടാതെ 7ാം ഭാവം എന്നത് കൂട്ടായ സംരംഭങ്ങൾ, പങ്കാളിത്ത ബിസിനസ് എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ഇവരുടെ സംരംഭങ്ങൾ, ബിസിനസ് എന്നിവയിലെല്ലാം പുരോഗതി, വളർച്ച എന്നിവ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. എന്നാൽ അതേസമയം മെയ് മാസം 14 സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ 12ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. 12ാം ഭാവം എന്നത് ധനച്ചിലവുകളുടെയും അലച്ചിലുകളുടെയും ഭാവം എന്നെല്ലാം അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വ്യാഴം അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നതിനാൽ ഇവർക്ക് ധനം അമിതമായി ചെലവഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും.
കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ, ക്ലേശങ്ങൾ, ധനനഷ്ടം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് വന്നുകൂടാം. അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ, കാലതാമസം എന്നിവയും ഇവർ നേരിട്ടേക്കാം. എങ്കിലും ശനി ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ വ്യാഴത്തിൻ്റെ അനിഷ്ടത അത്ര കണ്ട് ഇവരെ ബാധിക്കില്ല. എങ്കിലും ഈ കൂറുകാർ വ്യാഴത്തെ പ്രീതിപ്പെടുത്തേണ്ടത് അനിവാര്യവും അഭികാമ്യവും ആകുന്നു. വ്യാഴത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ ഇവർ സ്മരിക്കേണ്ടതുണ്ട്. കൂടാതെ വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക, ധ്യാനിക്കുക. രാഹുകേതുക്കളും ഈ കൂറുകാർക്ക് ഈ വർഷം അത്ര നല്ല ഫലങ്ങളെ നൽകില്ല. രാഹു 8ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പൊതുവെ ഇവർ പുലർത്തണം. കൂടാതെ എന്തെങ്കിലും രോഗം വന്നാൽ തക്ക സമയത്ത് തന്നെ ചികിത്സ തേടുക. കേതു ധനഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനാൽ ധനനഷ്ടത്തിന് സാധ്യത ഉണ്ടാകാം. അതിനാൽ സാമ്പത്തികമായി ക്രയവിക്രയങ്ങളിൽ നല്ല അച്ചടക്കം പാലിക്കുക. അപ്പോൾ കർക്കിടക കൂറുകാർക്ക് ഈ വിഷുവർഷം ശനി 8ൽ നിന്നും 9ലേക്ക് പ്രവേശിക്കുന്നു എന്നതിലൂടെ കഴിഞ്ഞ 2.5 വർഷത്തെ ശനി ദുരിതങ്ങൾക്ക് അറുതി വരികയും അടുത്ത 2.5 വർഷക്കാലം ശനി ഇവർക്ക് ഭാഗ്യവും ഈശ്വരകടാക്ഷവും അരുളുകയും ചെയ്യും. എന്നാൽ വ്യാഴം 12ാം ഭാവത്തിലേക്ക് നീങ്ങുന്നു എന്നത് സാമ്പത്തികമായി നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് ഈ കൂറുകാരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.